പഞ്ചാഗ്നിമധ്യേ തപസ്സു ചെയ്താലുമീ പാപകർമ്മത്തിൻ പ്രതിക്രിയയാ. അദ്വൈതം സിനിമയിൽ 35 വർഷം മുമ്പ് ഇറങ്ങിയ അദ്വൈതം സിനിമയിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപടിയാണ് കേരളത്തിൽ നടക്കുന്നത്. ആ സിനിമ അങ്ങനെ പലരും അത് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. ആ സിനിമ കണ്ടാൽ അറിയാം, ഇതേപോലെ തിരുവാഭരണം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആഭരണങ്ങൾ മോഷണം പോയി അവിടെ ചില രാഷ്ട്രീയക്കാർ, അതും ഇടതുപക്ഷ പക്ഷത്തുള്ള രാഷ്ട്രീയക്കാർ, അത് മോഷ്ടിക്കാനും അല്ലെങ്കിൽ മോഷ്ടിക്കാൻ കൂട്ടുനിൽക്കുകയും മറ്റും ചെയ്തു. എന്നിട്ട് തന്ത്രിയായ തിക്കുറിശി സുകുമാരൻ നായരെ കള്ളക്കേസിൽ കൊടുക്കുന്നതാണ്. ഈ ബോധപൂർവം രാഷ്ട്രീയ പ്രേരിതമായി പെരുമാറി ശ്രീ പിണറായി വിജയന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. CPM നേതാക്കൾക്ക് നേരെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന്റെ മുനയൊടിക്കാനായി തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്ത് ഇതിന്റെ എല്ലാം പിന്നിൽ തന്ത്രിയാണെന്ന കള്ളക്കേസിൽ കുടുക്കിയതാണ്. 1. 2, കോടതിയുടെ വാക്കുകൾ കൃത്യമായി ഞാൻ പറയാം. ദർ ഈസ് നോട്ട് ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ്. അതായത് തെളിവിന്റെ കടുക് മണി പോലും തന്ത്രിക്കെതിരെ ഇല്ലാന്ന് ഒരു കോടതിയാണ് എഴുതി വെക്കുന്നത്. ആലോചിച്ച് നോക്കുക. അതായത് തന്ത്രിക്ക് സംശയത്തിന്റെ ആനുകൂല്യമല്ല, തന്ത്രിക്കെതിരെയുള്ള തെളിവുകൾ ദുർബലമാണെന്നല്ല, അങ്ങ് ശ്രദ്ധിച്ചു കാണും. ദർ ഈസ് നോട്ട് ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ്. തെളിവിന്റെ കടുക് മണി പോലും ഇല്ലാതെയാണ് ശബരിമല തന്ത്രിയെ പോലെ കോടിക്കണക്കിന് ഭക്തരുള്ള ഒരു ക്ഷേത്രത്തിന്റെ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് 40 ദിവസത്തിലധികം ജയിലിലിടുന്നത്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ മുസ്ലിം മതസഹോദരങ്ങളുടെ നേതാക്കളെയോ അല്ലെങ്കിൽ ആത്മീയ നേതാക്കളെയോ പള്ളിയിലച്ചന്മാരെയോ മൗലവുമാരെയോ ഇതേപോലൊരു കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത് പിണറായി വിജയൻ ഗവൺമെന്റ് ജയിലിലിടൂ? നമ്മുടെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ദുര്യോഗമാണ് നമ്മുടെ ഗവൺമെന്റുകൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആത്മീയ നേതാക്കളെ ഫുട്ബോൾ പോലെ തട്ടാൻ കഴിയുന്നത്. എന്ത് വലിയ കള്ളത്തരമാണ് നടന്നത്. എന്നിട്ട് SIT വാജിവാഹനത്തിന്റെ പേരിൽ അടുത്ത കഥ ഇറക്കി. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാതിരുന്നിട്ടും, ആ സ്വർണ്ണക്കൊള്ളയുമായി പുലബന്ധം പോലും ഇല്ലാതിരുന്നിട്ടും, തെളിവിന്റെ അല്ലെങ്കിൽ സംശയത്തിന്റെ യാതൊരു ചെറു കണിക പോലും തന്ത്രിയുടെ മേൽ ആരോപിക്കാൻ കഴിയാതിരുന്നിട്ടും SITയെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാഴ്ത്തി പിണറായി വിജയൻ തന്ത്രിയോടുള്ള തന്റെ ആനപ്പക തീർക്കുകയായിരുന്നു. രാഷ്ട്രീയ എതിരാളികളെ ആയാലും തന്റെ വഴിയിൽ നിൽക്കുന്ന വ്യക്തിപരമായി തനിക്ക് വിരോധമുള്ള ആളുകളെ ആയാലും ഇല്ലായ്മ ചെയ്യുന്നതിന് പിണറായി വിജയനോളം മിടുക്കുള്ള മറ്റൊരു ശത്രു ഇല്ല എന്ന് തന്നെയാണ് പിണറായി വിജയന്റെ കഴിഞ്ഞ കാല ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. CPM എന്ന മാതൃസംഘടനയിൽ നിന്നും ആശയപരമായി ഇനിയും ആ സംഘടനയിൽ നിൽക്കാൻ സാധിക്കില്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് പിന്മാറി മറ്റൊരു പാർട്ടി ഉണ്ടാക്കി ഒഞ്ചിയത്ത് മറ്റൊരു RMP എന്ന പാർട്ടിയുമായി മുന്നോട്ട് പോയ, അതായത് വിപ്ലവത്തിന്റെ ചുവന്ന വാകുകൾ മാത്രം എക്കാലവും പൂത്തു നിന്നിരുന്ന CPMന്റെ കൊടികൾ മാത്രം പാറിപ്പറന്നിരുന്ന മണ്ണിൽ CPMൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് RMP എന്ന പ്രസ്ഥാനം ഉണ്ടാക്കിയ TP ചന്ദ്രശേഖരനെ കല്ലിലടിച്ച പൂക്കുല പോലെ നിന്റെ തല ചിന്നിച്ചിതറിക്കും എന്ന് പ്രസംഗിച്ച CPM നേതാക്കളുടെ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന തരത്തിൽ TP ചന്ദ്രശേഖരന്റെ മുഖത്ത് 51 വെട്ടുവെട്ടി അദ്ദേഹത്തെ കാലപുരുക്കി അയക്കുകയുണ്ടായി. ഇപ്പോഴും TP ചന്ദ്രശേഖരന്റെ വധത്തിന് പിറകിൽ കുറെ കൊട്ടേഷൻ കൊലയാളികൾ മാത്രമാണ്. TP ചന്ദ്രശേഖരനുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, ഇടപാടുകളില്ലാത്ത കൊട്ടേഷൻ കൊലയാളികളാണ് TP ചന്ദ്രശേഖരൻ വധത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ശിക്ഷിച്ച് ഇപ്പോൾ ജയിലിലാക്കിയിരിക്കുന്നത്. ചുരുക്കം ചില CPM നേതാക്കളും അതിൽ പെട്ടിട്ടുണ്ട്. എന്നാൽ അക്ഷരാർത്ഥത്തിൽ CPM നടത്തിയ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു TP ചന്ദ്രശേഖരൻ്റേത് എന്ന് TP ചന്ദ്രശേഖരന്റെ പത്നിയും ഇപ്പോൾ വടകരയിലെ MLAയുമായ രമ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. KK രമ തന്നെ ഇക്കാര്യം പലകുറി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞ TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിയുടെ ഫോണിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു ഫോൺ കോൾ പോയിട്ടുണ്ടായിരുന്നു. ആ ഫോൺ കോൾ ആർക്കാണ് പോയത് എന്നുള്ളതിന്റെ കൃത്യമായ പരിശോധന ഇപ്പോഴും നടന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ ആ ഫോൺ കോൾ ആർക്കാണ് പോയത് എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ ഇന്ന് കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ വിരാജിക്കുന്ന പലരും അകത്തുപോയി കിടക്കേണ്ടതായി വരും എന്നാണ് രമ പറഞ്ഞത്. ഇത് പറഞ്ഞു വന്നത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരന്റെ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ ആദർശങ്ങൾ കൊണ്ട് നേരിടാതെ കായികമായി ചില ആളുകളെ നേരിടുന്ന ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഇതിലൂടെ വെളിവാക്കാൻ ശ്രമിച്ചത്. ഇത് തന്നെയാണ് മുൻ മന്ത്രിയുമായ MM മണിയും പലപ്പോഴായി വെളിപ്പെടുത്തിയത്. മണിക്ക് ആ കാര്യത്തിൽ, ആ വെളിപ്പെടുത്തലിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നത്. അതായത് 1, 2, 3 എന്ന് പറഞ്ഞ് ഞങ്ങളുടെ എതിരാളികളെ തീർത്തിട്ടുണ്ട് എന്നാണ് വിവാദമായ തന്റെ പ്രസംഗത്തിൽ MM മണി പറഞ്ഞത്. ഈ പ്രസംഗത്തെ തുടർന്ന് MM മണിക്ക് ജയിലിൽ കിടക്കേണ്ടതായും വന്നു. ഇതെല്ലാം കാണിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അവർക്കെതിരെ വരുന്ന ആളുകളെ എങ്ങനെയാണ് വ്യക്തിപരമായി ഇല്ലായ്മ ചെയ്യുന്നത് എന്നുള്ളതിന് ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ തന്നെയാണ്.
ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവര് പിണറായി വിജയനോട് നേർക്ക് നേർ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആചാര ലംഘനം നടത്തിയാൽ ഞാൻ ശബരിമല നട അടച്ചു പൂട്ടി പുണ്യാഹം കഴിച്ച് മലയിറങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് യുവതീ പ്രവേശനം നടന്ന സമയത്തും തന്ത്രി തന്റെ വാക്കു പാലിച്ചു. പിണറായി വിജയൻ എന്ന ചോദ്യം ചെയ്യാൻ ആവാത്ത നേതാവിനെ, അതായത് ചക്രവർത്തി പോലെ CPM-ൽ കഴിയുന്ന പിണറായി വിജയന് തിരുവായി എതിർവായി ഇല്ലാതെയാണ് CPM-കാർ കരുതുന്നത്. ആ പിണറായി വിജയനോടാണ് തന്ത്രി ഇതുപോലുള്ള വെല്ലുവിളിക്കുന്ന തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത്. അന്നേ പിണറായി വിജയൻ തന്ത്രിയെ നോട്ടമിട്ടിട്ടുണ്ടായിരുന്നു. ആ വൈരാഗ്യം തന്നെയാണ് പിന്നീട് ആനപ്പക മനസ്സിൽ സൂക്ഷിക്കുന്നത് പോലെയാണ് പിണറായി വിജയൻ തന്ത്രിയെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി പുലബന്ധം പോലും ഇല്ലാതിരുന്നിട്ട് കുടുക്കി 41 ദിവസം ജയിലിലിട്ടത്. ഇതിനെതിരെ കൃത്യമായി പ്രതികരിക്കുകയാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ കുടുംബക്കാരനും ബന്ധുവുമായ രാഹുൽ ഈശ്വർ. കണ്ഠരര് രാജീവരുടെ കുടുംബത്തിലെ അടുത്ത ബന്ധു തന്നെയാണ്, കുടുംബക്കാരൻ തന്നെയാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വർ പറയുന്നു, ഞാനൊരു ഗാന്ധിയനാണ്, മത സൗഹാർദ്ദവാദിയാണ്. എങ്കിലും ഞാനൊന്ന് എടുത്തു ചോദിക്കട്ടെ, കേരളത്തിൽ ഏതെങ്കിലും മുസ്ലിം വിഭാഗത്തിന്റെയോ ക്രൈസ്തവ വിഭാഗത്തിന്റെയോ പുരോഹിതരെയോ അല്ലെങ്കിൽ മൊല്ലാക്കിയെയോ പള്ളിയിലച്ചന്മാരെയോ ഇതുപോലെ രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ തന്ത്രി കണ്ഠരരെ പോലെ യാതൊരു കാര്യവുമില്ലാതെ അകാരണമായി ജയിലിൽ അടയ്ക്കാൻ പിണറായി വിജയന് നട്ടലുണ്ടോ, തന്റെ ഇടമുണ്ടാകുമോ എന്നാണ് രാഹുൽ ഈശ്വർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ചോദിച്ചത്. അത് വ്യക്തം തന്നെയാണ്. അതായത് ഹൈന്ദവ വിശ്വാസങ്ങളെയും തട്ടിത്തെറിപ്പിക്കുവാനായി ഹൈന്ദവ വിഭാഗത്തിന്റെ ആചാര്യന്മാരെയും അല്ലെങ്കിൽ മൂല്യങ്ങളെയും കുഴിച്ചുമൂടുവാൻ പിണറായി വിജയൻ ശ്രമിച്ചതിന്റെ ഫലമായി തന്നെയാണ് തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്ത് അകാരണമായി ജയിലിൽ അടച്ചത്. കോടതിയും ഇത് തന്നെയാണ് ചോദിച്ചത്. തെളിവിന്റെ ഏതെങ്കിലും ഒരു കടുകു മണി പോലും കണ്ടെത്താൻ സാധിക്കാതെ പിന്നെ എന്തിനാണ് ശബരിമല തന്ത്രിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്തത് എന്നുള്ള കൊല്ലം വിജിലൻസ് കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ SITക്ക് കണ്ണും വീഴ്ച നിൽക്കേണ്ടതായി വന്നു എന്നുള്ളതാണ് കോടതി രംഗങ്ങൾ സാക്ഷ്യം ചെയ്യുന്നത്. രാഹുൽ ഈശ്വർ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ പിണറായി വിജയനെതിരെയും SITക്കെതിരെയും ആഞ്ഞടിച്ച് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ബോധപൂർവം രാഷ്ട്രീയ പ്രേരിതമായി പെരുമാറി ശ്രീ പിണറായി വിജയന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. CPM നേതാക്കൾക്ക് നേരെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന്റെ മുനയൊടിക്കാനായി തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്ത് ഇതിന്റെ എല്ലാം പിന്നിൽ തന്ത്രിയാണെന്ന കള്ളക്കേസിൽ കുടുക്കിയതാണ്. ഒന്ന്. രണ്ട്, കോടതിയുടെ വാക്കുകൾ കൃത്യമായി ഞാൻ പറയാം. ദർ ഈസ് നോട്ട് ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ്, അതായത് തെളിവിന്റെ കടുക് മണി പോലും തന്ത്രിക്കെതിരെ ഇല്ലാന്ന് ഒരു കോടതിയാണ് എഴുതി വെക്കുന്നത്. ആലോചിച്ച് നോക്കുക. അതായത് തന്ത്രിക്ക് സംശയത്തിന്റെ ആനുകൂല്യമല്ല, തന്ത്രിക്കെതിരെയുള്ള തെളിവുകൾ ദുർബലമാണെന്നല്ല, അങ്ങ് ശ്രദ്ധിച്ചു കാണും. ദർ ഈസ് നോട്ട് ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ്. തെളിവിന്റെ കടുകുമണി പോലും ഇല്ലാതെയാണ് ശബരിമല തന്ത്രിയെ പോലെ കോടിക്കണക്കിന് ഭക്തരുള്ള ഒരു ക്ഷേത്രത്തിന്റെ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് 40 ദിവസത്തിലധികം ജയിലിലിടുന്നത്. പി നമ്പിനാരായണൻ 50 ദിവസം ഇതേപോലൊരു കള്ളക്കേസിൽ ജയിലിൽ കിടന്നതിന് ശേഷം കേരള ചരിത്രത്തിൽ ഇതേപോലെ ഒരു കള്ളക്കേസിൽ 40 ദിവസം ശബരിമല തന്ത്രിക്ക് കിടക്കേണ്ടി വന്നു എന്നുള്ളത് നമ്മുടെ നാടിന്റെ നാണക്കേടാണ്, ദുര്യോഗമാണ്. അങ്ങേക്കറിയാലോ, ഞാനൊരു ഗാന്ധിയനും മതസൗഹാർദ്ദവാദിയുമാണ്. പക്ഷേ ഞാൻ വളരെ വിനയത്തോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ മുസ്ലിം മതസഹോദരങ്ങളുടെ നേതാക്കളെയോ അല്ലെങ്കിൽ ആത്മീയ നേതാക്കളെയോ പള്ളിയിലച്ചന്മാരെയോ മൗലവുമാരെയോ ഇതേപോലൊരു കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത് പിണറായി വിജയൻ ഗവൺമെന്റ് ജയിലിലിടൂ? നമ്മുടെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ദുര്യോഗമാണ് നമ്മുടെ ഗവൺമെന്റുകൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആത്മീയ നേതാക്കളെ ഫുട്ബോൾ പോലെ തട്ടാൻ കഴിയുന്നത്. എന്ത് വലിയ കള്ളത്തരമാണ് നടന്നത്. എന്നിട്ട് SIT വാജിവാഹനത്തിന്റെ പേരിൽ അടുത്ത കഥ ഇറക്കി.